കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്തത് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതുകൊണ്ടാണെന്ന ആരോപണത്തിന് തെളിവില്ലെന്ന് പോലീസ്. ആൺസുഹൃത്ത് ബന്ധത്തിൽ നിന്നും പിന്മാറിയതിന്റെ നിരാശയിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് കണ്ടെത്തൽ. റിമീസും മാതാപിതാക്കളും സുഹൃത്തുക്കളും പ്രതികളായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ ആഴ്ച കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നായിരുന്നു കോതമംഗലം സ്വദേശിനിയും TTI വിദ്യാർത്ഥിനിയുമായിരുന്ന 23-കാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ആൺസുഹൃത്ത് റമീസ് തന്നെ വഞ്ചിച്ചതായി പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചതായും തന്റെ മരണത്തിന് ഉത്തരവാദി ഇവരെല്ലാമാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിച്ചിരുന്നു. തുടർന്ന് റമീസിനെയും മാതാപിതാക്കളെയും ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ദേഹോപദ്രവം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. റമീസും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുമെല്ലാം പോലീസ് പരിശോധിച്ചിരുന്നു. 2 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണം മുൻനിർത്തി BJPയും പെൺകുട്ടിയുടെ കുടുംബവും NIA അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണത്തിന് തെളിവില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആൺസുഹൃത്തായ റമീസ് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ നിരാശയിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റമീസ് തന്റെ ഫോൺ പോലും എടുക്കാത്തത് പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നതായും കണ്ടെത്തിയിരുന്നു. റമീസിന് പുറമെ ഇയാളുടെ മാതാപിതാക്കൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് ഈ ആഴ്ച കോതമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ ബിനാനിപുരം SHOമാർ ഉൾപ്പെടുന്ന 10 അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.